നമ്മൾ ബന്ധിത്തൈ നട്ടിട്ട് അടുത്ത വളം ചെയ്യാൻ സമയമായിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ആദ്യമെന്ന് പറഞ്ഞാൽ ബന്ധിത്തൈ നട്ടത് നമ്മൾ 4 ദിവസം മുന്നേ ഡോളോമൈറ്റോ കുമ്മായോ ഇട്ട് മണ്ണിനെ ട്രീറ്റ് ചെയ്തതിന് ശേഷം, അത് ബന്ധിത്തൈ എന്നല്ല, ഏത് പച്ചക്കറി തൈ ആണെങ്കിലും അങ്ങനെ ചെയ്താൽ നമുക്ക് വാട്ടൽ രോഗത്തെ ഒരു പരിധി വരെ ഇല്ലാതാക്കാം. ട്രീറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഇപ്രാവശ്യം എന്ന് പറഞ്ഞാൽ പണ കോരിയല്ല നട്ടേക്കുന്നത്. അതെന്ന് പറഞ്ഞാൽ നമ്മൾ വെറും നിലത്ത് നമ്മൾ നടാനുള്ള ഭാഗം, തടത്തിന് ഒരു തടം അത്രയും വിസ്തൃതിയിൽ നമ്മൾ മണ്ണ് നല്ല രീതിയിൽ വെട്ടി ഇളക്കിയതിന് ശേഷം ചാണകപ്പൊടി അടിവളമായിട്ട് കൊടുത്തിട്ടാണ് നമ്മൾ ബന്ധിത്തൈ നട്ടത്. ഇതിപ്പോൾ 3-ാം വർഷമാണ് നടുന്നത്. ഓരോ പ്രാവശ്യവും ഓരോരോ അറിവുകൾ കിട്ടുമെന്ന് പറയുന്നത് പോലെ ഇങ്ങനെ ചെയ്തതിൻ്റെ കാര്യമെന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോ തവണയും നമ്മൾ വളം ചെയ്യുമ്പോൾ മണ്ണ് വെട്ടി കൂട്ടി കൊടുക്കും. ഇതിൻ്റെ തണ്ടിൽ നിന്നെല്ലാം വേരുകൾ പൊട്ടി പൊട്ടി വരുമല്ലോ. നമ്മൾ പണ കോരിയാണ് നടുന്നതെങ്കിൽ, പണ കോരിയിട്ടാണ് തൈ വയ്ക്കുന്നതെങ്കിൽ നമ്മൾ അധികം മണ്ണ് നമ്മൾ ഇതിൻ്റെ മൂട്ടിലേക്ക് ഇട്ട് കൊടുക്കത്തില്ല. അതേസമയം നമ്മൾ നിലത്തല്ലാതെ നടുന്നത് എന്നുണ്ടെങ്കിൽ ഓരോ തവണയും വളം ഇടാൻ നേരം നമുക്ക് മണ്ണ് വെട്ടി കൂട്ടി കൊടുക്കാം. ഇപ്പം ഞാനാണെങ്കിൽ സാഗരിക ഗോൾഡ് എന്ന് പറയുന്ന വളം ഇട്ട് കൊടുത്തിട്ട് മണ്ണ് ചെറുതായിട്ട് വെട്ടി കൂട്ടിയും കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ മണ്ടയിൽ നുള്ളി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതേ കേട്ടോ, മണ്ട നുള്ളിയും കൊടുത്തിട്ടുണ്ട്. ഇനി ഓരോ തവണയും നമ്മളിതിന് വളം കൊടുക്കുമ്പോൾ മണ്ണ് വീണ്ടും വെട്ടി പണ പോലെ കോരി കൂട്ടി കൊടുക്കാൻ പറ്റുമേ. അപ്പം ശരി ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാമേ.